ഞാൻ രജനി കമലിന്റെ ഒപ്പം സ്റ്റാറായിട്ട് നിന്ന് ഒരുത്തരാ. തങ്കമകൻ സമയത്ത് രജനികാന്ത് സാറും ഞാനും ഒരേ മേക്കപ്പ് റൂമായിരുന്നു. ഇതിന്റെ വിഷയം കണ്ടുള്ളൂ. ആക്ച്വലി these are the people who think they are not educated. Teaching is actually more divineful thing. These people are not fit for that. രവീന്ദ്രൻ എന്നുള്ളൊരു പേരല്ല, ഡിസ്കോ രവീന്ദ്രൻ എന്നുള്ളൊരു പേരായിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു പേരിലേക്ക് എത്തിയത്? മിമിക്രിക്കാരുകാരൻ ഇടുക്കി ഗോൾഡിൽ ആ പേര് ഇടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യത്തെ ടൈറ്റ് ചെയ്തപ്പോൾ ഞാൻ അവസാനം കഷ്ടപ്പെട്ടാണ് അത് അവരെ കൊണ്ട് അത് പിൻവലിപ്പിച്ച്. അപ്പം ഗ്രാഫിക്കൊക്കെ പിന്നെയും ചെയ്യേണ്ടി വന്നു. ഞാൻ പറഞ്ഞു ആഴ്ചക്ക് അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞു. കാരണം ആ പേരിൽ ടൈറ്റിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അത് മാത്രം അറിഞ്ഞാൽ മതി. അത് എങ്ങനെ അറിയപ്പെടുന്നു എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല എനിക്ക്. എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പൊ എന്റെ അപ്പനമ്മ വിചാരിക്കില്ല അത്രക്കാരനാണ്. ഞാൻ നല്ലൊരു ഫാമിലി മാനാണ്. പലരും വിചാരിക്കും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇതൊക്കെ ഞാൻ ആക്സിഡന്റ് അഭിനയിച്ച പടമാണ് ഈ വാഴ 2. ഞാൻ പിൻവാതിലിനെ എതിർക്കുന്ന ഒരുത്തനാണ്. രാഷ്ട്രീയ ചിന്ത എന്നുള്ളത് മനുഷ്യനെ വേർതിരിക്കാനുള്ളതല്ല. അത് ഈ വാഴയിലൂടെ അവർ പറയുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, അത് നല്ലൊരു രാഷ്ട്രീയമല്ലേ. അതിലൊന്ന് തിരുത്താൻ പറ്റില്ലേ? അങ്ങനെ ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സ്റ്റാർഡം റൂൾ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? സ്റ്റാർഡം കിട്ടുമായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ സ്റ്റാർ ആയിരുന്നു, അതറിയില്ലല്ലേ? ഞാൻ ഫസ്റ്റ് പടത്തിൽ വരുമ്പോൾ ഇവരല്ല, ഞാനായിരുന്നു സ്റ്റാർ. ഞാൻ രജനി കമലിന്റെ ഒപ്പം സ്റ്റാറായിട്ട് നിന്നൊരുത്തനാ എൻ്റെ 80-ൽ. ഞാൻ സ്റ്റാർഡം അനുഭവിച്ചുകൊണ്ടാണ്. ഞാൻ സ്റ്റാർഡം ഇനി ഞാൻ കിട്ടാല്ല. ഞാൻ സ്റ്റാർഡം നിലനിർത്താൻ വേണ്ടി ഞാൻ ബുദ്ധിമുട്ടണമെന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം. അതിനേക്കാളും നല്ലത് ഞാൻ ഒരിക്കലും അനുഭവിച്ചില്ല. പിന്നെ എന്തിനാ ഞാൻ 80-ൽ സ്റ്റാർഡം അത്രയ്ക്ക് അതിഞ്ഞതാ. എന്തുകൊണ്ടാണ് സ്റ്റാർഡം വേണ്ടാന്ന് തോന്നാൻ കാരണം? അക്കരയ്ക്ക് ഇക്കരെ പച്ചതാണ്. ഞാൻ പറയും ഒരുപക്ഷെ ഞാൻ അടുത്ത വാരിസിൻ്റെ അന്ന് അത് തന്നെ അല്ല തങ്കമകൻ സമയത്ത് രജനികാന്ത് സാറും ഞാനും ഒരേ മേക്കപ്പ് റൂമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് പുള്ളി എന്നെ വിളിച്ചിട്ടു ചുമ്മാ പോകും, പുറത്തേക്ക് ഇറങ്ങുന്നത്. ഗ്യാപ്പ് ഉണ്ടാവും ഈ ലൈറ്റപ്പ് ചെയ്യുന്നതിൻ്റെ, നല്ല ഗ്യാപ്പ് ഉണ്ടാവും സ്റ്റുഡിയോ ആയത്. അപ്പോൾ ഒരു ദിവസം കൊണ്ടുപോയപ്പോഴത്തേക്കും പുള്ളി അതിനകത്ത് ഈ സ്റ്റാർ അയക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. ഒരു കണ്ണാടിക്കുള്ളിൽ ഒരു ഫ്രീഡം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊക്കെ പറയും. അപ്പം നമ്മൾ ഇല്ല ശരിക്കും. അപ്പം എനിക്കങ്ങനെ അങ്ങനെ കൂടിനടിൽ നിൽക്കുന്ന ഒരുത്തനല്ല. ഞാൻ എൻ്റെ ലൈഫിന് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. അപ്പം ഞാൻ എൻ്റെ സ്റ്റാർഡം നിലനിർത്താനൊന്നും ഞാൻ അതിനധികം ശ്രമിച്ചിട്ടൊന്നുമില്ല. ഞാനങ്ങനെ ബുദ്ധിമുട്ടി കിട്ടിയ ഒരു സ്റ്റാർഡും അല്ലായിരുന്നു. ഒരു ഫ്ലൂക്കിന് കിട്ടിയ സ്റ്റാറാണ് ഞാൻ തുറന്നു പറയാം. എൻ്റെ ഫസ്റ്റ് പടത്തിൽ ഒരു 360 ദിവസം ഓടി ഭയങ്കരമായിട്ട് ഹിറ്റായി. ഞാൻ പെട്ടെന്ന് കാണുന്നത് കമലും രജനിയുടെ ഒപ്പമുള്ള ഒരു സ്റ്റാറായിട്ട് എന്നെ വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സ്റ്റാർഡത്തിൻ്റെ കംപ്ലീറ്റ് ഞാൻ എൻജോയ് ചെയ്യുകയാണ് ശരിക്കും ആ സമയത്ത്. അപ്പോഴാണ് ഞാൻ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഒരുപാട് പടം അതുകൊണ്ട് തന്നെ ഞാൻ ബിസി ആയതുകൊണ്ട് എനിക്ക് വിടേണ്ടി വന്നിട്ടുണ്ട് പല കാര്യങ്ങളും കൊണ്ട്. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ചിട്ടൊരു ദുഃഖമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർഡം എന്ന് പറയുന്നത് എപ്പോഴും വന്ന് വളരെ ലക്കിയായിട്ട് പലർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ലൈക്ക് ഒരു രജനീകാന്തിന് മനസ്സിലായ, ഒരു മമ്മൂട്ടിക്ക്, ഒരു മോഹൻലാലിന്, അല്ലാതെ അത്രേ ഉള്ളൂ. അതിന് മുമ്പുണ്ടായിരുന്ന നസീർ സാറൊന്നും സ്റ്റാറായിട്ട് ആരും കണ്ടിട്ടില്ല. അപ്പോൾ ആ സ്റ്റാർഡം എന്ന് പറയുന്ന ഒരു പരിവേഷം അത് ഒരു ആക്ച്വലി വന്നിട്ടുള്ളത് നമ്മളെ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിൻ്റെ ഏറ്റവും കൂടുതൽ ഇതായിട്ട് അതിനെ നിലനിർത്താൻ വേണ്ടി പിന്നെ ബുദ്ധിമുട്ടേണ്ടി വരും. So you have to sacrifice a lot of things, in fact. I was not ready for that. And എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒറ്റ ലൈഫുള്ളൂ. ഞാനത് സ്റ്റാർഡം കിട്ടി, സ്റ്റാർഡം എന്താണെന്ന് അനുഭവിച്ചു. ഇനി ഞാൻ അതിനെ വിടുകയോ എന്നുള്ളതിനേക്കാളും കൊള്ളാം. ഞാൻ അടുത്ത മേഖല തപ്പിയ പോയത്. ഞാൻ പോയ എല്ലായിടത്തും ഞാൻ സിമെൻറ്റ് സ്റ്റീൽ വിൽക്കുന്നിടത്ത് ഞാൻ സക്സസ് ആയിരുന്നു. ഞാൻ ഫെസ്റ്റിവൽ ചെയ്യുന്നിടത്ത് സക്സസ് ആയിരുന്നു. ഞാൻ ഫിലിം എഡ്യൂക്കേഷൻ എന്നെ കൊണ്ട് ഇവിടെ മാത്രമല്ല ഗൾഫുകാർ എല്ലാവർക്കും. എഡ്യൂക്കേറ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരു ആക്ടർക്ക് വേണ്ട ഒരു 3 ക്വാളിറ്റീസ് എന്താണ്? ഞാൻ ആക്ടിങ്ങിനകത്ത് എന്താണ് വേണ്ടത്? അത് ഭയങ്കര ഡിസിപ്ലിൻ ഉണ്ടാവണം ഒരു ആക്ടറെ സംബന്ധിച്ചോളം. എനിക്കത് കുറവാണ്. 2 വന്നിട്ട് വിടാതെയുള്ള പരിശ്രമം വേണം. അതിനകത്തേക്ക് ഒരുപാട് എക്സസൈസ് ഉണ്ട്. ആക്ച്വലി ഒരു ആക്ടർ സാധാരണയായിട്ടല്ല. ആക്ടർ ഒരു ട്രെയിൻഡ് ആക്ടർ എന്ന് പറയുന്നത് അത് വളരെ വ്യത്യസ്തമാണ് ആക്ച്വലി. സോ ഞങ്ങൾ ഒരു നാച്ചുറലായിട്ട് വരുന്നതൊന്നും മാത്രമല്ല, അതിനകത്തൊരു ട്രെയിനിങ് വളരെയധികം ആവശ്യമാണ്. അതിനകത്തൊരു ഡിസിപ്ലിൻ ആവശ്യമാണ്. ഈ 2 കാര്യങ്ങളാണ് വേണ്ടത്. മൂന്നാമത് അതിനെ നിലനിർത്താൻ വേണ്ടിയുള്ളൊരു ബാലൻസ്ഡ് ജീവിതം ആവശ്യമാണ്.
യഥാർത്ഥത്തിൽ ഒരു നടനായിട്ട്. നടനെന്ന് ഉപരി നിങ്ങൾ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. കാരണം എല്ലാ നടന്മാരും സ്റ്റാറായിട്ടില്ല. നസറുദ്ദീൻ ഷാ ആയിട്ടുണ്ടോ, കൊടിയേറ്റം ഗോപി ആയിട്ടുണ്ടോ, അതേപോലെ ലൈക്ക് ഓംപുരി ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരാരും സ്റ്റാർ ആവുമല്ലേ ഇതൊക്കെ. നസറുദ്ദീൻ ഷാ ഒന്നും ദേ വർ ഗുഡ് ആക്ടേഴ്സ് മലയാളം ഇന്ത്യൻ സിനിമയുടെ ഒരു വലിയ ആക്ടേഴ്സായിട്ട് അവരെ കണ്ടപ്പെട്ടിട്ടുണ്ട്. ശബനാസ്മി ഒരു സ്റ്റാർഡം അല്ലല്ലോ ഉണ്ടാക്കിയിരുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ആക്ടർ ആൻഡ് സ്റ്റാർ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. മലയാളത്തിൽ മാത്രമാണ് സ്റ്റാർസും ആക്ടറും രണ്ടുപേർക്കും നിലനിർത്താൻ പറ്റിയത്. സ്റ്റാർസ് ആയിരിക്കില്ല ആക്ടേഴ്സ്. അപ്പോൾ അത് രണ്ടും രണ്ടാണ്. സ്റ്റാർഡം എന്ന് പറയുന്നത് വേറൊരു ലോകമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകത്തോണ്ടാണ്. അത് ഒരു ടോട്ടൽ ഒരു ഫാൻ ബേസ്ഡ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മളുടെ ലക്ക്, പിന്നെ അത് നിർത്താനായിട്ടുണ്ടാകുന്ന നമ്മുടെ ഒരു സെറ്റപ്പൊക്കെ വേണം ഒരു സ്റ്റാർഡം നിലനിർത്താൻ. ഒരു ആക്ടർ ആവാനിരിക്കുന്നത് വേറൊന്നാണ്. ഒരു ആക്ടർ ആവാനായിട്ട് അവൻ്റെ കഠിന പരിശ്രമമാണ്. അവനോടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ആക്ടർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളെയും അവൻ മനസ്സിലാക്കിയിരിക്കണം. വന്നിട്ട് അവൻ്റെ ബോഡി ആൻഡ് മൈൻഡ് രണ്ടിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് അവൻ്റെ കൺട്രോളിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ട് അതിനെ വന്നിട്ടുള്ള അവന് വേറൊന്നായിട്ട് ഒരു ലൈക്ക് വേറൊന്നിലേക്ക് ചേക്കാറാനായിട്ട് അവന് സാധിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട് അതിനകത്ത്. അതായിട്ട് മാറും. നമ്മളെ സംബന്ധിച്ചോളം ഞാൻ അതിനെ കാണുന്നത് വേറൊരു തരത്തിലാണ് യഥാർത്ഥത്തിൽ. ഞാൻ എൻ്റെ ബേസിക് ആയിട്ടുള്ള ആക്ടിങ്ങിനെ കാണുന്നത് എങ്ങനെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ അതിന് വന്ന ഒരു സീരിയസ് ആക്ടറായിട്ട് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് ഇതൊക്കെ ഞാൻ പഠിക്കാനുണ്ടാകുമ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. മെത്തേഡ് ആക്ടിങ് ഉണ്ടായിരുന്നു, സ്റ്റാൻസോവ്സ്കിയുടെ അല്ലെങ്കിൽ അങ്ങനെ ഗ്രഡോസ്കിയുടെ വന്നിട്ടുള്ള വേറൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു ഗ്രഡോസ്കിയുടെ. അപ്പോൾ ഞാനവിടെ എല്ലാ തിയേറ്റർ എക്സസൈസുകളിലും പോയി പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ മദ്രാസിലായതുകൊണ്ട് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലായതുകൊണ്ട് കൂടുതലായിട്ട് അവിടെ വന്നിട്ട് അലയൻസ് ഫ്രാൻസിലും വന്നിട്ടുള്ള അല്ലെങ്കിൽ മാക്സ് മുള്ളർ ഭവൻ, ഇന്നത്തെ ഗൊത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് മാക്സ് മുള്ളർ ഭവനായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവിടെ എല്ലാം വന്ന് ഫോറിനിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ തിയേറ്റർ ഉണ്ടാവും, വർക്ക്ഷോപ്പ് ഉണ്ടാവും. ഇതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എൻ്റെ ഒരു പരിശീലനത്തിന് ഞാൻ എൻ്റെ ബോഡി ലാംഗ്വേജിനെ എൻ്റെ ബോഡിയെ ഒന്ന് മാറ്റാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരുന്നു. സോ യു ഷുഡ് ഹാവ് എ ബോഡി കൺട്രോൾ ആൻഡ് മൈൻഡ് കൺട്രോൾ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആക്ച്വലി അതിനെ ഡീപ്പായിട്ട് ഡെഡിക്കായിട്ട് പ്രവർത്തിക്കാനായിരിക്കണം. ലൈക്ക് സോ ഫഹദ് ഈസ് ആക്ച്വലി എ ട്രെയിൻഡ് ആക്ടർ. You can see actually, so and he extraordinary performance center. He's an actor, basically. I'm an entertainer. Okay. Two different things, actually. I entertain people. ഓക്കെ, ഇപ്പോൾ സാറിൻ്റെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ജീവിതം ഒരു സോങ്ങിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സോങ് ആയിരിക്കും ചൂസ് ചെയ്യുക? എൻ്റെ ജീവിതത്തിൽ എങ്ങനെ സോങ്ങിനോട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സോങ് ഉണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഷേപ്പ് ചെയ്ത്. അത് പിങ്ക് ഫ്ലോയിഡിൻ്റെ ദ വാളാണ്. another brick in the wall. We are all another brick in the wall. ആ ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ഒരുത്തനാണ്. എൻ്റെ ചെറുപ്പകാലം എന്നെ ഷേപ്പ് ചെയ്യുന്നതിന് അതുണ്ടായിരുന്നു. ആ ഒരു റിബൽ തിങ്കിങ് എന്നിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെ കാണുന്നത് വന്നിട്ട് ആ തരത്തിലാണ്. എന്നെ സംബന്ധിച്ചോളം എന്നെ ഫിലിം സ്റ്റഡീസിലാണ് ഞാൻ കൂടുതൽ. I have a way of the body and the way of the mind. എനിക്കൊരു ഇൻ്റലക്ച്വൽ ലൈഫ് എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പഠിക്കുന്ന കാര്യത്തിലൂടെ വന്നിട്ട് അതിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്നെ ഒരു ഡിസ്കോ രവീന്ദ്രനായിട്ട് GCCയിൽ അറിയില്ല പല അറബികൾക്ക്. അവരെന്നെ കാണുന്ന ഒരു ഫിലിം സ്കോളറായിട്ടാണ്. ഞാൻ അതാണ് അവിടെ സംസാരിക്കുകയുള്ളൂ. ഇവിടെ എനിക്ക് വേറൊരു ലൈഫുണ്ട്. ഒരു ഡിസ്കോ രവീന്ദ്രൻ അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്ത് എൻ്റർടൈൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു എൻ്റർടൈനറായിട്ട് ഞാനിവിടെ നിൽക്കും. ഐ ലീവ് മൈ ലൈഫ് ഞാൻ എൻജോയ് ദാറ്റ്. ഇൻഫാക്റ്റ് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു മാതൃകയൊന്നുമല്ല. കാരണം ഞാൻ പോയ ലൈഫ് എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ പോയി തലയിടുകയും അതിൽ നിന്ന് ഞാൻ ഭാഗ്യവശാൽ രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരുത്തരായിട്ടാണ് ഞാൻ പോയേക്കണത്. ഇപ്പം മദ്രാസിലെ മോൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ റിയൽ മദ്രാസിലെ മോൻ എൻ്റെ ഫ്രണ്ടായിരുന്നു. ഞാനും അവനായിട്ട് ഒരു ബന്ധം വിച്ഛേദിക്കുന്ന 6 മാസം കഴിഞ്ഞപ്പോൾ അവൻ കൊലപാതകയാവുന്ന ഞാൻ ആ കഥാപാത്രം ചെയ്യേണ്ടി വരിക. സാർ ഇപ്പം നേരത്തെ പറഞ്ഞ സോങ് ഇല്ലേ, ആ സോങ് പല കൺട്രീസിലും ബാൻഡാണ്. അതെന്തുകൊണ്ടാണെന്ന് സാർ? ബേസിക്കലി അതൊരു റിബൽ സോങ് ആണ് ആക്ച്വലി വന്നത്. നമ്മൾ ഇപ്പോൾ നടക്കുന്ന ഇന്നും അത് റെലവൻ്റ് ആണ്. അതിൻ്റെ ഈ കുട്ടികളെ വന്നിട്ട് ക്രൂരമായി ഉപദ്രവിക്കുന്ന ടീച്ചേഴ്സിനോട് എതിരെയുള്ള ഒരു സാധനം തന്നെയാണ്. വി ഡോണ്ട് നീഡ് യുവർ തോട്ട് കൺട്രോൾ ഡാർക്ക് സർക്കാസം ഇൻ ദ ക്ലാസ് റൂം. സെയിം തിങ് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആ നിതിൻ്റെ വിഷയം കണ്ടു. ആക്ച്വലി ദീസ് ആർ ദ
people, who think they are not educators actually. They should know that, what is teaching is actually, more divineful thing. These people are not fit for that. These are the criminals. അതാണ് ഞാൻ പറഞ്ഞ ഈ പല പിൻവാതിൽ എന്ന് പറയുന്ന ഒരു സംഭവം കേരളത്തിന് ഈ കഴിഞ്ഞ 80-ന് ശേഷം ഉണ്ടായി. നിങ്ങൾ അതിന് മുമ്പുള്ള അധ്യാപകരെ നോക്കിയേ, ബഹുമാനത്തോടുകൂടിയാണ് സ്റ്റുഡൻസും കുട്ടികളും തമ്മിലുണ്ടായേക്കുന്നത്. ചിലപ്പോൾ അയാളൊരു 7th സ്റ്റാൻഡേർഡ് വരെ ആയിരിക്കും പഠിപ്പിച്ചിട്ടാണ്. ഇന്നും അവരെ നമ്മൾ അന്ന് പണ്ട് കാലത്ത് നിങ്ങളുടെ ഫാദറിനോട് ചെയ്യാം, ബഹുമാനത്തോടുകൂടി അവരവരുടെ അധ്യാപകരെ കണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. മനസ്സിലായ? അവർക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് തൻ്റെ സ്റ്റുഡൻസിനോട്. ഇപ്പോൾ വരുന്ന പലർക്കും അതില്ലാതായി പോകുന്നുണ്ട്. അവിടെയാണ് നമ്മൾ മാറ്റങ്ങൾ വേണ്ടത്. ആ മാറ്റങ്ങളോടാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് യഥാർത്ഥത്തിൽ. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും വന്ന് ആ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ പലപ്പോഴും നിങ്ങൾ ചോദിക്കുന്ന പോലെ ഈ റിബലിസം ഇവിടെ ആവശ്യമാണ്. ഈ ഏറ്റവും കൂടുതൽ ഞാൻ ഈ കാണുന്നത് 80-ന് ശേഷം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഞങ്ങളുടെ തലമുറകൾക്ക് ശേഷം മാറി ഉണ്ടായിരിക്കുന്ന അപജയത്തിലൊന്നാണ് ഈ പിൻവാതിൽ ഉള്ളിലൂടെ വരുന്ന ടീച്ചേഴ്സ്. അവർക്ക് ശരിക്കും അവരിതിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പഠിപ്പിക്കുന്നവനാണ്, ഞാൻ ഇഷ്ടപ്പെട്ടു പോയേക്കണാണ് എൻ്റെ സ്റ്റാർഡത്തിൽ നിന്ന് മാറിയിട്ട്. അതുകൊണ്ട് ഞാൻ സിനിമ പഠിപ്പിക്കുമ്പോൾ എൻ്റെ സ്റ്റുഡൻസ് നന്നായിട്ട് വരണം, അല്ലെങ്കിൽ അവരുടെ സിനിമ എനിക്കൊരു പ്ലാറ്റ്ഫോമായിട്ട് കാണിക്കാൻ പറ്റുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതാണ് എൻ്റെ കാര്യം. സാറിൻ്റെ പേരിലേക്ക് വരികയാണെങ്കിൽ ഡിസ്കോ രവീന്ദ്രൻ എന്നുള്ള ഒരു പേര് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് ഡിസ്കോ രവീന്ദ്രൻ എന്നുള്ളൊരു പേരല്ല, ഡിസ്കോ രവീന്ദ്രൻ എന്നുള്ളൊരു പേരായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പേരിലേക്ക് എത്തിയത്? അതെനിക്കറിയില്ല, മിമിക്രിക്കാർ കാരണമെന്നാണ്. മിമിക്രിക്കാർ കാരണം ഞാൻ പൊപ്പടത്തൊന്ന് അഭിനയിക്കുന്ന സിനിമ വരെ ഞാൻ ഡിസ്കോ രവീന്ദ്രൻ അന്നും അല്ല അറിയപ്പെട്ടിരുന്നത്. ഞാനൊരു കാലഘട്ടം കഴിഞ്ഞ് ഞാൻ സിനിമയിലേക്ക് അഭിനയിക്കാൻ വരുന്നതിന് മുമ്പ് ഈ പേര് എന്നിലേക്കായി. കാരണം ഈ മിമിക്രിക്കാർ ഇത് ചെയ്ത് രവീന്ദ്രൻ പറയുമ്പോൾ അങ്ങനെ ഒരു ഡിസ്കോ രവീന്ദ്രൻ കയറി വന്നു. കാരണം എനിക്കറിയാൻ വന്ന് ഇടുക്കി ഗോൾഡിൽ ആ പേര് ഇടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യത്തെ ടൈറ്റിൽ ചെയ്തപ്പോൾ ഞാൻ അവസാനം കഷ്ടപ്പെട്ടാണ് അത് അവരെ കൊണ്ട് അത് പിൻവലിപ്പിച്ച്. അപ്പോൾ ഗ്രാഫിക്കൊക്കെ പിന്നെയും ചെയ്യേണ്ടി വന്നു. ഞാൻ പറഞ്ഞു ആഴ്ചയ്ക്ക് അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞു. കാരണം ആ പേരിൽ ടൈറ്റിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ. പക്ഷെ ആ ടൈറ്റിൽ എൻ്റെ കൂടെ ഞാനിങ്ങനെ എന്നെ ആൾക്കാരിലുണ്ട്. ഞാൻ അതിനു മുമ്പ് ഞാൻ അറിയപ്പെട്ടിരുന്ന മദ്രാസിലെ മോനാണ്. ആ പടത്തിലൂടെയാണ് എന്നെ അറിയുന്നത്. ഇപ്പോൾ ബെന്നി ബ്രോ ആയി. അതിന് മുമ്പ് ഇടുക്കി ഗോൾഡിന് ശേഷം ഞാൻ മ്ലേച്ചനായിരുന്നു, അതിലെ ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ്, ലൈക്ക് അതൊന്നും വലിയ വിഷയമല്ല. നമ്മൾ ജനങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, അത് മാത്രം അറിഞ്ഞാൽ മതി. അത് എങ്ങനെ അറിയപ്പെടുന്നു എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല എനിക്ക്. ഇപ്പൊ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞൊരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ അതിനകത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. എന്റെ അപ്പനമ്മ വിചാരിക്കില്ല അത്രക്കാരനാണ്. എപ്പോഴെങ്കിലും കല്യാണത്തിന് മുന്നേ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? ഞാനൊരിക്കലും വിചാരിച്ചില്ല. ഞാൻ നല്ലൊരു ഫാമിലി മാനാണ്. പലരും വിചാരിച്ചു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നുമല്ല. ആ സത്യം ഇപ്പൊ വെളിപ്പെടുത്തുന്നത് അല്ല, സത്യമൊന്നുമല്ല. എൻ്റെ മോൾ ഡോക്ടറാണ്, എൻ്റെ ഒരു മോൻ അഡ്വക്കേറ്റ് ആണ്. അവനാണ് ഇടുക്കി ഗോൾഡിൽ അഭിനയിച്ചിരുന്നത്. അപ്പോൾ അവനിപ്പോൾ അഡ്വക്കേറ്റ് ആണ് അബുദാബിയിൽ വന്ന്. വേറൊരുത്തം വന്ന് ആഷിക് കപൂറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. ഐ ഹാവ് എ വെരി ഗുഡ് ഫാമിലി ലൈഫ് ആൻഡ് മൈ വൈഫ് ലവ് മീ ആൻഡ് ഐ ലവ് മൈ വൈഫ്. ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു കെട്ടുറപ്പുള്ള ഒരു ഫാമിലി ലൈഫ് ഉണ്ട്. ഞാൻ പിന്നെ അതിന് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഞാൻ ഈ സിനിമയിൽ എൻ്റെ വൈഫ് സിനിമ കാണുന്ന ഒന്നായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മദർ ഒരു കാര്യം ഉണ്ടായിരുന്നു, വന്നിട്ട് ഫാമിലി ലൈഫ് വേറെ നിൻ്റെ സിനിമ ലൈഫ് വേറെ എന്ന് പിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഫാമിലി ലൈഫ് തനിച്ചെനിക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഞാൻ പപ്പടത്തും തപ്പൂസ് വിട്ട് എൻ്റെ കാലഘട്ടങ്ങളിൽ മുഴുവനും ഞാൻ ഈ ബിസിനസ്സും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി ലൈഫ് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അപ്പോൾ അന്ന് ഞാൻ ഈ സിനിമയിൽ ഇല്ലാത്തതുകൊണ്ട് ഇത് നിങ്ങൾ ആരും അറിഞ്ഞില്ല ഒന്ന് എൻ്റെ ഫാമിലി ലൈഫ്. ഇപ്പോൾ പിന്നെ ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കാണല്ലോ വന്ന് ചെയ്യുന്നത്, ക്ലിയോയിന് ശേഷം വന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഫാമിലി ലൈഫ് തനിച്ച്, അത് എൻ്റേതായ പ്രൈവസിയാണ്, അത് എൻ്റെ ഒരു ലൈഫാണ്. അത് ആക്ച്വലി ഭയങ്കര നല്ലതാണ്. പ്രൈവറ്റ് ലൈഫ് ഉണ്ട്, നമുക്കൊരു മൂവി പബ്ലിക് ലൈഫ് ഉണ്ട്. നമ്മൾ പബ്ലിക് ലൈഫിൽ നമുക്ക് ഒരു പബ്ലിക് ഇമേജും പബ്ലിക്കിനനുസരിച്ചിട്ട് വി ആർ സപ്പോസ് ടു എൻ്റർടൈൻ ദം. ഞാൻ എത്രത്തോളം ഞാൻ പബ്ലിക്കിനോട് കടപ്പെട്ടിരിക്കുന്നു അത്രത്തോളം തന്നെ ഞാൻ എൻ്റെ ഫാമിലിയോടും കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ രണ്ടിനോടും ധർമ്മം ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്നാലാണ് എനിക്ക് ലൈഫ് നന്നായിട്ട് ഉണ്ടായത്. ഇല്ലേ എൻ്റെ പെയിൻഫുള്ളായിരുന്നു എൻ്റെ ലൈഫ്, അല്ലേ?
ഞാൻ ഭയങ്കര ഡിസ്റ്റർബാണ്. എനിക്ക് തരുന്ന സപ്പോർട്ട് എൻ്റെ ഫാമിലിയിൽ നിന്ന് തരുന്നതാണ്. എനിക്ക് എന്നെപ്പോലെ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് എവിടെ വേണമെങ്കിലും എനിക്ക് തോന്നിയ കാര്യങ്ങൾ ചെയ്യാനുള്ള എനിക്കൊരു അവകാശം അവർ തരുന്നത് കൊണ്ടാണ്, എനിക്ക് സപ്പോർട്ട് തരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് സമയം കളയാൻ പറ്റും, എനിക്ക് സിനിമകൾ കാണാനായിട്ട് പോകും, ലോകം മുഴുവൻ യാത്ര ചെയ്യാൻ പറ്റും, പലയിടത്തും സിനിമ പഠിപ്പിക്കാനായിട്ട് പോകും. ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഫാമിലി ഇരിക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു പ്രവാസ ലൈഫ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് എല്ലാ ലോകത്തും സഞ്ചരിക്കാനും പല കാര്യങ്ങൾ ചെയ്യാനും എല്ലാം എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്നത്, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എൻ്റെ ജീവിതത്തിനെ കൊണ്ടുപോകാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. മനസ്സിലായോ? അതേസമയം സാർ എങ്ങനെയാണ് അപ്പോൾ ഒരു മൂവിയിലേക്ക് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതിലേക്ക് എത്തുന്നത്? ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഡയറക്റ്റായിട്ട് ആ ഒരു ആഗ്രഹം ഇപ്പോൾ തൊട്ടാ തുടങ്ങിയത്? ഞാൻ സിനിമ കാണാൻ തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ സ്ക്രീനിൽ കഴിഞ്ഞ് ഞാൻ എംജിആറിൻ്റെ ഫാനായിരുന്നു. സിനിമ കാണുമ്പോൾ തൊട്ട് ഞാൻ ഇടിപ്പടങ്ങൾ കണ്ടായിരുന്നു. അപ്പം നമ്മളെ കാണുന്ന ഏത് സിനിമ കാണുമ്പോൾ സിനിമ കാണുമ്പോൾ തുടങ്ങുമ്പോൾ തൊട്ട് അവനെ ആദ്യം കാണുവാണല്ലോ, അവനെയും കൂടി അത് കാണുമല്ലേ, അപ്പോൾ അതേപോലെ കാണിക്കണം, അതേപോലെ ചെയ്യണം, അതിൻ്റെ ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു. അത് തീർച്ചയല്ലേ? അത്ര യെസ്, ഇറ്റ് ഈസ് എ നാച്ചുറൽ. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ വന്നേക്കണേ. അതിനുശേഷമാണ് നമ്മൾ ഈ ടെക്നിക്കലിനെ കുറിച്ചിട്ടും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോഴാണ് അതിൻ്റെ എസ്തെറ്റിക്സിനെ കുറിച്ച് മനസ്സിലായത്. അപ്പോൾ അതിൽ നിന്ന് ആക്ടിങ്ങിനേക്കാളും കൂടുതൽ അതിലേക്ക് എൻ്റെ ഇൻട്രസ്റ്റ് പോയി. അതിനൊക്കെ കാരണമുണ്ടായി. കാരണം അവിടെ ചെന്നപ്പോൾ ഇങ്ങനെയൊരു ലോകമുണ്ടോ, ഇതിനപ്പുറത്ത് ഇങ്ങനൊരു സിനിമയ്ക്ക് ഇങ്ങനൊരു ലോകമുണ്ടല്ലോ. അപ്പോൾ അതിനകത്തൊരു ഭയങ്കര സംഭവമുണ്ട്, ഒരു ഇൻ്റലക്ച്വാലിറ്റി ഉണ്ട്, അതിനൊരു ലോകമുണ്ട്, അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലിൻ്റെ സർക്യൂട്ട് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ആ ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോയി. ഞാൻ പോയ വർഷമാണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ചെന്നൈയിൽ വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് എനിക്ക് വന്ന് പങ്കെടുക്കാൻ പറ്റും സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ തന്നെ. അപ്പോൾ ഞാനിങ്ങനെ ലോക സിനിമകൾ മുഴുവനും ഞാൻ കാണുകയാണ്. അപ്പോൾ ഇതൊരു വേറൊരു ലോകമാണ്. ഞാൻ അതിലേക്ക് ആകർഷണമായി. അങ്ങനെ ചെയ്തു. പക്ഷേ ഞാൻ അഭിനയിച്ച സിനിമ ഹിറ്റായി. ഞാൻ പിന്നെ രണ്ടാമത് നടനായി. അങ്ങനെ പിന്നെ ഞാൻ സ്വമേന്ദ്രമായി സത്യജിത്രയുടെ ക്യാമറമാൻ, അയാളുടെ 2 പടം വർക്ക് ചെയ്തു. അപ്പോൾ പലരുമായിട്ട് ഞാൻ അത്തരത്തിലുള്ള ഇൻ്റലക്ച്വൽ ആൾക്കാരായിട്ട് ബന്ധം കൂടി. അപ്പം ഞാൻ രണ്ടാമത് ഇത് നിർത്തി അതിലേക്ക് ചാടി. എന്നെപ്പോഴും എന്ന് പറഞ്ഞൊരു മൂവി എടുക്കുകയാണെങ്കിൽ ആക്ടിങ് അല്ലാത്ത ഒരു രവീന്ദ്രൻ സാറിനെയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്തായിരുന്നു? അല്ല, ഞാൻ സിനിമ പഠിപ്പിക്കാൻ ഞാൻ ഒരുപാട് കഥ എഴുതുന്നവനാണ്. ഞാൻ ഒരെണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിലും ഞാൻ ഇഷ്ടം പോലെ ഓരോ പഠിക്കുമ്പോഴും ആ പഠനത്തിൻ്റെ രീതി ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് ഇപ്പോൾ ഞാൻ ഓരോന്നിനെ സിലബസ് ഉണ്ടാക്കി പഠിച്ചെടുക്കുമായിരുന്നു. പിന്നീട് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ വർഷങ്ങളോടെ നിന്നുണ്ട്. ഓരോ മാറ്റങ്ങൾ ഇപ്പോൾ സൈക്കോ അനാലിസിസിനെ കുറിച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നതെങ്കിൽ സൈക്കോ അനാലിസിസ് തിയറി ബേസ് ചെയ്ത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഞാൻ ഉണ്ടാക്കിയെടുക്കും. കാരണം ഞാൻ കൂടുതൽ പഠിക്കാനായിട്ട്. അപ്പം ഞാൻ ഒരു കഥ ഉണ്ടാക്കും, അത് വിൽക്കാനൊന്നല്ല. അതേപോലെ തന്നെ ഞാനിപ്പോൾ കോഗ്നിറ്റീവ് സൈക്കോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ പഠനത്തിന് ആണ് നമ്മൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഞാൻ അതിനകത്തുള്ള സ്റ്റഡീസിനെ ഞാൻ ഉൾക്കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ വെറുതെ എഴുതിയ ഒരു പടമായിരുന്നു അല്ല എന്ന് എപ്പോഴും എന്ന് പറയുന്ന ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഞാൻ രഞ്ജൻ പ്രമോദുമായിട്ട് പുള്ളിക്ക് ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അങ്ങനെ സത്യം വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ കുറേ നാളായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അത് ഇന്നും കഥ എത്താതെ പോയപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു ഞാനൊരു സബ്ജക്റ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സബ്ജക്റ്റ് ഒരു ആക്സിഡൻ്റ് ആയിട്ട് എനിക്ക് 2-3 ദിവസം കൊണ്ട് ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സാധനമാണ്. 2-3 ദിവസം കൊണ്ട് അത്ര ആവശ്യമുണ്ട്. ഒരു സബ്ജക്റ്റിന് ഞാൻ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ എൻ്റെ പ്രോഗ്രാം ഉണ്ട് ആക്ച്വലി, എൻ്റെ ഹൈബ്രിഡ് ഫിലിം മേക്കിങ്ങിൻ്റെ. ഞാൻ 2024 എൻ്റെ ഇറങ്ങിയ പുസ്തകമായിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് സിനിമ. ഇന്ത്യയിൽ ആദ്യം തുടങ്ങിയ ഹൈബ്രിഡ് സ്റ്റാർട്ടപ്പ് എൻ്റെയാണ്. അത് ഒരു വർഷമായി ഇവിടെ തുടങ്ങിയിട്ട് വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സിനിമ മേക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള ആ പ്രോഗ്രാം ആക്ച്വലി വന്ന് ഈ ഫിലിം സ്റ്റഡീസിനെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പുതിയ മെത്തേഡാണ്. ആക്ച്വലി മെഷീൻ ഇൻ്റലിജൻസ് ആൻഡ് ഹ്യൂമൻ ഇൻറ്റ്യൂഷൻസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അത് വോയിസ് ആയിട്ട് ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങും, അന്നേരം അറിയാതെ. അപ്പോൾ ഞാൻ സിനിമാറ്റിക് ഗ്രാമർ ഉണ്ടാക്കിയിട്ടുണ്ട് പുതുതായിട്ട്. ലൈക്ക് സിനി സിൻഡെക്സ് ദ ഗ്രാമർ ഓഫ് വിഷ്വൽ മീനിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത പുസ്തകം വരാൻ പോകുന്നുണ്ട്. ഞാൻ അറബിക് സിനിമാറ്റിക് ഗ്രാമർ എന്ന് പറയുന്ന ഒരു പെഡഗോജി ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ട് ഗൾഫിൽ, ബഹറിൽ. വിഷ്വൽ ലിറ്ററസി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം 2012 ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇമേജിനെ വായിക്കാൻ പഠിക്കാൻ, ദൃശ്യഭാഷ സാക്ഷരത. അതായിരുന്നു ഞാൻ എന്നിട്ട് 2018 ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഒരു വർക്ക്ഷോപ്പായിട്ട് കാണിക്കുകയും പിന്നീട് അവിടെ എല്ലാം ഞാൻ അതിൻ്റെ ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്തു ഒരുപാട് സ്ഥലത്ത് യൂണിവേഴ്സിറ്റിയിൽ. ഇമേജിനെ എങ്ങനെ വായിക്കാൻ പഠിപ്പിക്കുന്നത്. ഐ ക്യാൻ ടീച്ച് യു വിത്തിൻ 1 hour in how to read പിക്കാസോയുടെ മോഡേൺ ആർട്ടല്ല. ഇറ്റ്സ് വെരി ഈസി ബിക്കോസ് യു ക്യാൻ റീഡ് എനി ഇമേജ്
any art also, you know, like how you read a book. That's my pedagogy. Actually, you know, it's a lot of things are like visual semiotics ഒക്കെ ചേർന്നിട്ടുള്ളൊരു സംഭവമാണ്. എലിമെൻ്റ് ഓഫ് ആർട്ട് അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ആർട്ടൊക്കെ ഉള്ള. സോ ലൈക്ക് യുനോ എൻ്റെ ലൈഫിനകത്തേക്ക് ഞാൻ കൂടുതൽ വിഷയങ്ങളെ ഈ ഇൻഫർമേഷൻ ഏരിയയിൽ കൂടുതൽ ഇൻഫർമേഷൻസിനെ ഗ്യാദർ ചെയ്യുമ്പോൾ അത് നമുക്ക് വന്നിട്ടുള്ളൊരു പ്രഷർ ഭയങ്കരമാണ്. അപ്പോൾ അതായിരുന്നു അതിനെ പകർന്നു കൊടുക്കുമ്പോൾ അത് അതിനേക്കാളും കൂടുതൽ വലിയൊരു പ്രഷറാണ്. ദാറ്റ്സ് വാട്ട് ആക്ച്വലി മൈ ലൈഫ് ആക്ച്വലി. അപ്പോൾ ദർ ആർ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ, കാരണം എന്ന് പറഞ്ഞാൽ പലതും ഇപ്പം ഞാൻ ചോദിച്ച പോലെ ഞാൻ അതിനകത്ത് വ്യാപൃതനാകുമ്പോൾ ഒരു 20 hours 18 hours ഒക്കെ ഞാൻ വർക്ക് ചെയ്യണവനാണ്. എല്ലാ ദിവസവും ഞാൻ കൂടുതൽ പഠിക്കാനായിട്ടും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പുതിയ ചിന്താധാരകൾ എന്താണ് ലോകത്തുണ്ടാവുന്നത്, അതെങ്ങനെ നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെടുത്താമെന്നുള്ളതാണ് എൻ്റെ സ്റ്റഡീസ്. ലൈക്ക് ഗട്ട് ബ്രെയിൻ ആക്സിസ്, ന്യൂറോ സയൻസ്, കൾച്ചറൽ സൈക്കോളജി, ഇതെല്ലാം വന്നിട്ട് നമ്മളിതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുവാണ്. സോ സീ യു നോ human intellect is something different, you should understand. The same time, you know, the way of the body is totally different. അത് നമ്മുടെ ചുറ്റുപരമായിട്ടുള്ള മറ്റൊരു പ്ലഷറിനെ തരുമ്പോൾ ഇൻ്റലക്ച്വൽ പ്ലഷർ വേറെ ഒന്നാണ്. അപ്പം നമുക്ക് രണ്ടിലേക്കും കൂടി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യം എനിക്ക് കിട്ടുക. ഞാൻ അതിനുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യുകയാണ് ആക്സിഡൻ്റായിട്ട്. ഞാൻ എൻ്റെ എല്ലാ വഴികളിലേക്കും തുറന്നു തരുന്നതാണ് എൻ്റെ യാത്ര. എന്നിട്ട് ഞാനായിട്ട് പോയതല്ല. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേരുന്നു. അവിടെ ഞാൻ ജോൺ അബ്രാമിനെ പോലെ, അരവിന്ദേട്ടനെ പോലെ, പത്മരാജനൊക്കെ പോയിട്ട് ബന്ധപ്പെടാനായിട്ട് എനിക്ക് അവസരം കിട്ടുന്ന ആ വർഷമാണ് ഞാൻ പോയി ജോയിൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ അതിനോട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അവിടെ നിന്ന് സ്വമേന്ദ്രമായിട്ട് പരിചയപ്പെടാൻ പറ്റുന്നു, സത്യജിത്രയുടെ. അങ്ങനെ വേറൊരു ലോകത്തിലേക്ക് എനിക്ക് യാത്ര ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടുന്നു. അതേപോലെ തന്നെ എനിക്ക് സിനിമയുടെ ചാൻസ് കിട്ടുന്നു, എൻ്റെ പടം ഹിറ്റാവുന്നു. ഞാനായിട്ട് ഇപ്പം ഇതൊക്കെ ഞാൻ ആക്സിഡൻ്റ് അഭിനയിച്ച പടമാണ് ഈ വാഴ 2. അപ്പോൾ ഇത് എത്രയും ഭയങ്കര ഹിറ്റാവുന്നു. അത് ആ ഭയങ്കര ബിന്നി ബ്രോ ഭയങ്കര വൈറലാവുന്നു. നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിമിത്തം ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കാം? നമ്മൾ കണക്ക് കൂട്ടിയതാണോ? ഇതിനു മുമ്പ് ഇന്നലെ വരെ എനിക്ക് നിങ്ങളെ അറിയാവുന്ന ഇല്ല. അപ്പോൾ ഇതെല്ലാം നിമിത്തങ്ങളിൽ ഒന്നാണ് നമ്മുടെ ലൈഫിന്. ഞാൻ അതിനെ അതേപോലെ തന്നെ സ്വീകരിക്കും. ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വരാറായി. സാറിന് വ്യക്തമായ ഒരു പൊളിറ്റിക്സ് ഉണ്ടോ? എനിക്ക് നല്ല രാഷ്ട്രീയ ചിന്തയുള്ള ഒരുത്തനാണ്. ഞാനൊരു പ്രോലിറ്റേറിയൻ മൈൻഡുള്ള ഒരുത്തനാണ് എന്നെ സംബന്ധിച്ചോളം. ഞാനതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിൻവാതിലിനെ എതിർക്കുന്ന ഒരുത്തനാണ്. അത് ഏത് കാരണവശാലും. കാരണം എന്ന് പറഞ്ഞാൽ അർഹതപ്പെടുന്നവന് അർഹത കിട്ടേണ്ട ഒരു അവസരത്തിന് അത് വേണമെന്നുള്ളതും ആ ന്യായത്തിന് വേണ്ടി ജീവിക്കുന്നതിനകത്തേക്കും വേണ്ടി നമ്മൾ നിൽക്കുന്നവനൊരുത്തനാണ്. അപ്പോൾ ഞാൻ വളർന്നു വന്ന സാഹചര്യം അതാണ്. ബേസിക്കലി എൻ്റെ സാഹചര്യത്തിനകത്തേക്ക് ഞാൻ കണ്ടുപഠിച്ചിരിക്കണം അങ്ങനെയാണ്. ഞാൻ അതുകൊണ്ടായിരിക്കാം എനിക്ക് നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ എല്ലാ ഏജസുകാരായിട്ടാണെങ്കിലും എല്ലാ രീതിയിലുള്ള സാമ്പത്തികത്തിൽ നിൽക്കുന്നവരായിട്ട് എനിക്ക് ഒരേപോലെ പെരുമാറാൻ പറ്റുന്നതിൻ്റെ കാരണം ഞാൻ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കുന്നതുകൊണ്ടാണ്. അതുതന്നെയാണ് എൻ്റെ രാഷ്ട്രീയം. അതിനകത്ത് ഞാൻ രാഷ്ട്രീയമായിട്ട് വിശ്വസിക്കുന്ന ഒരുത്തനും കൂടിയാണ് ഞാൻ അതിനകത്ത്. അതിലുപരി എനിക്ക് കക്ഷി രാഷ്ട്രീയം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും വന്നിട്ടുള്ള പല കാരണത്തിനകത്തേക്ക് ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയിലേക്കുള്ളവരാണ്. അപ്പോൾ ഇന്ന് ഞാൻ അതിനകത്തേക്ക് പല കാര്യത്തിനകത്തേക്കും പല രാഷ്ട്രീയത്തിലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വരുന്നത്. നാളത്തേക്കല്ല എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇന്ന് എനിക്ക് ആ രാഷ്ട്രീയത്തിലൂടെ തന്നെയാണ് ഞാൻ വളർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതെനിക്ക് പറയാം. ഞാൻ ആ സമയത്തും ഞാൻ എല്ലാവരുമായിട്ട് ഇടപഴകാനും, മനസ്സിലായ, അത് രാഷ്ട്രീയ ചിന്ത എന്നുള്ളത് മനുഷ്യനെ വേർതിരിക്കാനുള്ളതല്ല, അത് ഐഡിയോളജിയാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജിയാണ്. അത് എനിക്ക് ആ ധാരണ തരാൻ, ആ ഐഡിയോളജി ഞാൻ വിശ്വസിക്കാൻ ഒരു കാരണമുണ്ടാവും. ആ കാരണം എന്ന് മാറ്റപ്പെടുന്നു അന്ന് എൻ്റെ ഐഡിയോളജി മാറുള്ളൂ. നമ്മളൊരു ഐഡിയോളജിയാണ് നമ്മുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. നമ്മൾ മനുഷ്യനായിട്ട് കാണാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന നമ്മുടെ കാര്യങ്ങളാണ് നമ്മളെ അതിലേക്ക് നയിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുകയും ചെയ്യുന്നത്. ഇനിയുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത രാഷ്ട്രീയമായിരിക്കും വരാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കാലഘട്ടം അത് ഒരുപാട് കുറേ, ഇപ്പം ഞാൻ പറഞ്ഞുതരാം, കൂട്ടുകുടുംബം ഉണ്ടായിരുന്ന അത് തകർന്ന അണുകുടുംബമായിട്ട് സ്വാർത്ഥത്തിലേക്ക് മാറിയ ഒരു കാലഘട്ടം ഉണ്ടായി. ശരിക്കും ഇന്ന് മതപരമായിട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ ജൻസീനെ നോക്കുക, അല്ലെങ്കിൽ ആൽഫ, അവർ മതപരമായിട്ടുള്ള രീതിയിൽ ജനങ്ങളെ വേർതിരിക്കുന്നവരല്ല.
സാമ്പത്തികമായ രീതിയിൽ ആൾക്കാരെ വേർതിരിക്കുന്നവരല്ല, അവർക്കെല്ലാം ഈക്വലാണ് അല്ലേ? അതിൽ തന്നെയാണ് നമ്മളും വിശ്വസിക്കേണ്ടത്. ദിസ് ഈസ് ഗുഡ്, ദേ ആർ ഗോയിങ് ടു റെവല്യൂഷണൈസ്. ജെൻസീസ് എല്ലാം മോശമാണെന്ന് പറയുമ്പോൾ സാർ പറയുന്നത് ജെൻസീസ് അടിപൊളിയാണ് എന്നുള്ളതാണ്. അല്ല, ഞാൻ എന്താണ് ജെൻസി മോശം എന്ന് പറയുന്നത്? അല്ല, വേറെ നിങ്ങൾ അതിലുണ്ടായിരുന്ന കുറച്ച് പേരിലുള്ള അപജയങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് അത് മാത്രമേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ വഴിയിലിട്ട് ഒരുത്തന്നെ തല്ലിക്കൊന്ന ഒരു സാധനം ജെൻസിയാണ് ഇത്. അവൻ്റെ സാഹചര്യം അവനെ അങ്ങനെ ആക്കിയെടുത്താണ്. അതിൻ്റെ തെറ്റ് ഞങ്ങളുടെ ജനറേഷനാണ് എടുക്കേണ്ടത്. അവരിലേക്ക് അങ്ങനെയുള്ളൊരു കാര്യമല്ല. അവരിന് എന്താണ് ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു എത്തിക്സ് പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ അത് കൊടുത്തില്ല അവർക്ക്. അവരുടെ എനർജീനെ നമ്മൾ റൈറ്റ് വേയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അതിൽ ഭൂരിപക്ഷം പേര് അത് വിശ്വസിക്കുന്നതാണ്. അല്ലല്ലോ, അല്ല. അത് ഈ വാഴയിലൂടെ അവർ പറയുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, അത് നല്ലൊരു രാഷ്ട്രീയമല്ലേ? അതിലൊന്ന് തിരുത്താൻ പറ്റില്ലേ? പിന്നെന്താണ്? അതിലാണ് ആക്ച്വലി വന്നിട്ടുള്ളതിനകത്ത് വളരെയധികം സാഹോദര്യ ബന്ധം. ഒത്തിരി വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രദേഴ്സ് തമ്മിൽ തല്ലി വെട്ടിക്കൊല്ലുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറുമല്ലേ? അപ്പോൾ ആരാണ് ബെസ്റ്റ്? ജെൻസീസ് ആണ് ബ്രോ. ഞാൻ എന്താ പറയാ, നമ്മുടെ ജീവിതത്തിനെ ആസ്വദിക്കാൻ പറ്റണം. ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫിലേക്ക് പോയപ്പോൾ ഉണ്ടായിരുന്ന ഇതിനൊക്കെ ഒരുപാട് റീസൺസ് ഉണ്ട്. ഇത് സോഷ്യോളജി നിങ്ങൾ പഠിക്കണം ശരിക്കും. നമ്മുടെ ഇവിടെ എക്കണോമിക്കൽ സ്റ്റാറ്റസിലുണ്ടായ വളരെ വ്യത്യാസങ്ങൾ അതുണ്ടാക്കിയിരിക്കുന്ന അഹംഭാവങ്ങളാണ്. പെട്ടെന്ന് ഒരുത്തൻ കാശാകാരനാകുന്നു, അവൻ പിന്നെ അത് വെച്ചിട്ട് പിന്നെ ഭയങ്കര ജാട കാണിക്കുന്നു. മനസ്സിലായോ? അതാണ് അവനെ തെറ്റിലേക്ക് പിന്നെ വഴിധരിക്കുന്നത്. പിന്നെ എന്തും അതിനെ മേടിക്കാമെന്ന് അവൻ സ്വയം ധരിക്കുന്നു പൈസ കൊടുത്തിട്ട്. അവൻ അതിൻ്റെ തെറ്റിലേക്ക് പിന്നെ പോയി വഴുതി വീഴുകയാണ്. അവനെ വന്നിട്ട് സ്വീകരിക്കുകയും അവൻ സ്റ്റാറായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന മറ്റു പലരും അതിനെ കാണുകയാണ്. ഇതിന് പല കാര്യങ്ങളുണ്ട്. പലപ്പോഴും ചിലർ പുറത്തു പോയി പെട്ടെന്ന് പൈസ ഉണ്ടാക്കിക്കൊണ്ടുവരാം, ചിലർ റിയൽ എസ്റ്റേറ്റിൽ പെട്ടെന്ന് പൈസ മൂവായിട്ടുണ്ടായിരിക്കാം. മനസ്സിലായില്ലേ? പെട്ടെന്ന് ഇവൻ്റെ ഇൻ്റലക്ച്വൽ രീതിയിലല്ല, ഇവൻ്റെ വേറൊരു ഇൻ്റലിജൻസും ക്രൂക്കട്ട്നെസ്സിനകത്തോട് കൂടി അവൻ പൈസ ഉണ്ടാക്കുകയും ചിലപ്പോൾ ചില ക്രൂക്കട്ട്നെസ്സിലൂടെ അവർ ഉണ്ടാക്കും. മനസ്സിലായോ? അപ്പോൾ ആ ക്രൂക്കട്ട്നെസ്സിലൂടെ അവർ പൈസ ഉണ്ടാക്കിയതിന് ശേഷം അവൻ ആ ക്രൂക്കട്ടിനെ കൊണ്ടുവന്നിട്ട് വെച്ച് മറ്റുള്ളവനെ ഭരിക്കാൻ ശ്രമിക്കുന്നു. ഇതിലുണ്ടായ ഒരുപാട് അപജയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ രാഷ്ട്രീയത്തിന് എതിരായിട്ടുള്ളൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യ സ്നേഹമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം. ഇപ്പോൾ ഒരുപാട് സിനിമാക്കാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതിനെ പറ്റിയുള്ള സാറിൻ്റെ ടേക്ക് എന്താ? സിനിമാക്കാരെന്താ, ഏത് മനുഷ്യനാ രാഷ്ട്രീയം ഇല്ലാത്ത? ഏത് മനുഷ്യൻ അവൻ നിൽക്കുന്നതിനകത്ത് അവന് രാഷ്ട്രീയം പറയാൻ പറ്റണ്ടേ? അവനൊരു സോഷ്യൽ ജീവിയല്ലേ? അപ്പോൾ അവൻ്റെ ഐഡിയോളജിയല്ലേ അവൻ പറയുന്നത് അല്ലേ? അതല്ലേ അതിൻ്റെ രാഷ്ട്രീയം. അതിനകത്ത് എന്താ തെറ്റുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ തെറ്റ് തോന്നണ്ട, തെറ്റുന്നു. അപ്പൊ പിന്നെന്താ, നമ്മൾ രണ്ടുപേരും ഒരേ സൈഡ്. പ്ലീസ്, അപ്പൊ കറക്റ്റ്. അതെ, ഓക്കെ, യെസ്, ഓക്കെ. സോ യു ആർ എ ജെൻസി, സോ വെരി ഗുഡ്. അപ്പൊ ഞാനും അതോടുകൂടി വൈബ് ചെയ്യുന്നുണ്ടല്ലോ, അത് മതി. ഇപ്പൊ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായില്ലേ, എങ്ങനെ എനിക്ക് ഇടപഴകാൻ പറ്റുന്നുള്ള നമ്മൾ ഒരേ തരത്തിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ കുറേ ചോദ്യങ്ങൾക്കുള്ള ഒരു അടിപൊളി ഉത്തരങ്ങൾ കിട്ടി. ഇതേപോലെ തന്നെ വാഴ 2 പോലെ തന്നെ ഒരുപാട് നല്ല നല്ല മൂവീസ് സാറിലേക്ക് ആശംസിക്കുന്നു. ഫാൻറ്റം 5-ന് എല്ലാ വിജയാശംസകളും നേരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഇത്രയും ടൈം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും കേട്ടിരുന്നതിന് ഒരുപാട് താങ്ക് യു. ബൈ. Oh, thank you.